ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിലെ ഒരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദർശ് അങ്ങനെ അനന്തപുരിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എയും ജ്വല്ലറിയെ കുറിച്ചിട്ടുള്ള ആ രഹസ്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്നെ ചതിച്ച് ആ ഡീല് സ്വന്തമാക്കിയത് എയും ജ്വല്ലറിയാണെന്ന് ആദർശിന് മനസ്സിലാവുകയും അത് കണ്ടെത്താൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാണ്. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ആദർശിൻ്റെ അടുത്തേക്ക് ഗർഭിണിയായ നയന കൂടി ഇറങ്ങി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തുകയാണ്. കൂടെ സഹായത്തിനായിട്ട് നമ്മുടെ കിരണും കല്യാണിയുണ്ട്. അവർ കൂടാതെ ആദർശിന് എങ്ങനെയെങ്കിലും എൻ ജ്വല്ലറിയിൽ കയറി പറ്റണം. അതിനായിട്ട് ആദർശ് ഒരു സ്വർണ്ണ വ്യാപാരിയുടെ വേഷത്തിൽ വരികയാണ് കേട്ടോ, ഒരു സിക്കുകാരനായിട്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നയന കൂടി ആദർശിൻ്റെ അടുത്തേക്ക് എത്താം. അപ്പം നയനയോട് ആദർശ് പല പ്രാവശ്യം പറയുന്നുണ്ട്, അമ്മയോടൊപ്പം നീ തിരിച്ചു പോയിക്കോളൂ, നിന്നെ അവിടെ കെയർ ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട്, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, ആദർശേട്ടാ അങ്ങനെ പറയരുത്. ആദർശേട്ടനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. രാത്രി കിടന്നാൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആദർശേട്ടൻ ശ്വാസമുട്ടലും ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഞാൻ അടുത്തില്ലെങ്കിൽ മരുന്നൊക്കെ എടുത്തു തരാനും എന്തെങ്കിലുമൊക്കെ അബദ്ധം സംഭവിച്ചാലോ എന്ന് എനിക്കെപ്പോഴും ടെൻഷനാണ്. അങ്ങനെ നീറി അവിടെ നിൽക്കുന്നതിലും നല്ലത് ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെയല്ലേ. അതുമാത്രമല്ല, ആദർശേട്ടനില്ലാതെ ഞാൻ എന്തിനാ അനന്തപുരിയിൽ നിൽക്കുന്നത്. അപ്പം ആദർശ് പറയാണ്, നയനെ നീ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. നീ ഇങ്ങനൊരവസ്ഥയിലല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ തീർച്ചയായിട്ടും എൻ്റെ കൂടെ തന്നെ കൊണ്ട് നിർത്തിയേനെ. പക്ഷേ നീ ഇപ്പോൾ ഇങ്ങനൊരവസ്ഥയിലുള്ള സമയത്ത് നിനക്ക് അവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. അതുമാത്രമല്ല, ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് അവിടുന്ന് ഞാൻ ഇറങ്ങി പോന്നെങ്കിലും മുത്തശ്ശൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വ്യക്തമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് മുത്തശ്ശനും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എന്നോട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണമെന്ന് പറഞ്ഞത്. അത് ആ തീരുമാനം നടപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ വന്ന് നിന്നേ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങളിലൊക്കെ ചില റിസ്ക് ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. എന്നെ ചതിച്ചവരെ കണ്ടെത്തേണ്ടതായിട്ട് വരും. ആ ചതിയുടെ പിന്നിലുള്ള രഹസ്യം കണ്ടെത്തേണ്ടതായിട്ട് വരും. മൂർത്തീസ് ജ്വല്ലറിയോട് എൻ ജ്വല്ലറിക്ക് ഇത്രയധികം ശത്രുത വരാൻ എന്താണ് കാരണം എന്ന് കണ്ടെത്തേണ്ടി വരും. അതിനൊക്കെ കുറച്ച് സമയം ഇവിടുന്ന് മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വരും എന്ന് പറയുമ്പോൾ നയന പറയാം, അത് സാറില്ല ആദർശേട്ടാ, എന്തിനും ഏതിനും ഞാൻ ആദർശേട്ടൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആദർശേട്ടൻ എവിടെയുണ്ടോ അവിടെയായിരിക്കും ഞാനെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കിരണും കല്യാണിയും വരികയാണ് കേട്ടോ ആദർശിനെ കാണാൻ. അപ്പോൾ നയന കൂടി അവിടെയുണ്ട്. അപ്പോൾ നയനയെ കാണുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, നയന കൂടി ഇവിടെ ഉണ്ടോ. നയന ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വരുമ്പോൾ കുറച്ച് പലഹാരവും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ട് വരായിരുന്നു. കാരണം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നയനെ കാണാൻ വന്നപ്പം ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് പറയാം. അപ്പോൾ കിരണം പറയുന്നുണ്ട്, ശരിയാ, എന്നിട്ട് ആദർശൊന്നും പറയുക പോലും ചെയ്തില്ലല്ലോ നയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്. നീ തന്നെയാണ് ഇവിടെ നിന്നല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ നയനയും വന്നല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ ഇവള് കേൾക്കുമോ. ഞാനില്ലാതെ ഇവക്ക് അവിടെ നിന്നിട്ട് മനസമാധാനം ഇല്ലാതെ പറഞ്ഞ് ഇങ്ങ് പോന്നു. ഈ സമയത്ത് അനന്തപുരിയിൽ നിൽക്കുന്നതായിരുന്നു ഇവക്ക് നല്ലത്. അത് പറഞ്ഞാൽ ഇവക്ക് മനസ്സിലാവോ എന്ന് ചോദിക്കുക. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാ, പക്ഷേ ആദർശിനെ പിരിഞ്ഞിരിക്കാൻ നയനയ്ക്കാവില്ലായിരിക്കും, അതായിരിക്കും എന്ന് പറയാം. അപ്പോൾ കല്യാണി പറയാം, ശരിയാ, അതുകൊണ്ടാണ് ആദർശിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്നത് നല്ലത്. ആദർശിൻ്റെ കൂടെ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെയാണ് നയനി എന്ന് പറയാം. എന്നിട്ട് നയനെ വിശേഷം സുഖാണോ, വയറ്റിലുള്ള കുഞ്ഞുവാവയ്ക്കൊക്കെ സുഖാണോ എന്നൊക്കെ കല്യാണി ചോദിക്കുക. അപ്പോൾ നയന പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല കല്യാണി, പക്ഷേ ആദർശേട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ആദർശേട്ടനെ ആരൊക്കെയോ കൂടി ചതിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടു. അനന്തപുരിയിലാണെങ്കിലും മുത്തശ്ശനും മറ്റുള്ളവരും ഒക്കെ തള്ളി പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ആദർശേട്ടൻ്റെ ഈ നിരപരാധിത്വം നമുക്ക് തെളിയിക്കണം. ആദർശേട്ടനെ അവർ ചതിച്ചതാണെന്ന് നമുക്ക് തെളിയിക്കണം എന്ന് പറയാം. അപ്പോൾ കിരൺ പറയുക, അതല്ലേ ഞങ്ങൾ അതിനായിട്ട് എൻ ജ്വല്ലറി കയറി കൂടിയിട്ടുണ്ട്. ഈ ഡീല് എൻ ജ്വല്ലറിക്ക് കിട്ടാൻ വേണ്ടി അവർ കളിച്ച കളി തന്നെയാണ്. പക്ഷേ ഈ എൻ ജ്വല്ലറിക്കാർക്ക് എന്തുകൊണ്ടാണ് മൂർത്തീസ് ജ്വല്ലറിയോട് ഇത്രയധികം ശത്രുത വന്നതെന്ന കാര്യം നമുക്കറിയില്ലല്ലോ. അതെന്താണെന്ന് കൂടി കണ്ടെത്തേണ്ട ആവശ്യമുണ്ടെന്ന് പറയണം. എൻ ജ്വല്ലറിയുടെ MD ഡേവിഡ് അങ്ങനെ ഒരു ശത്രുത ഉള്ള ആളായിട്ട് തോന്നുന്നില്ല മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട്. ഇതിനു മുമ്പ് അയാളുമായിട്ട് ഒരു ബിസിനസ് ഡീലും കാര്യങ്ങളും ഒന്നും നടത്തേണ്ടി വന്നിട്ടില്ല എന്ന് ആദർശ് പറയുക. അപ്പോൾ കിരണും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പിന്നെ മറ്റൊരാളുണ്ടാവും, നിങ്ങളോട് വ്യക്തമായ ശത്രുതയുള്ള ഒരാൾ, അയാളെയാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടതെന്ന് പറയണം. അപ്പോൾ ആദർശ് പറയാണ്, അതിനൊക്കെ മുമ്പ് അന്ന് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി തന്ന ആ ഗ്രീനെയും ഒക്കെ കണ്ടെത്തണം. അതുവഴി ഗ്രീനെയും കിട്ടിയ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് പറയാം. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അതൊക്കെ നീ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നന്ദുവിൻ്റെ വഴി മുംബൈ പോലീസിലൊക്കെ അന്വേഷിക്കുന്നുണ്ടാവുമല്ലോ എന്ന് പറയാണ്.
അപ്പോൾ ആദർശ് പറയുന്നുണ്ട് മുംബൈ പോലീസ് അന്വേഷണത്തോടൊന്നും സഹകരിക്കുന്നില്ല, അവരെയൊക്കെ ഈ എ ജ്വല്ലറി വിലക്കെടുത്തിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ എവിടുന്നേലും നമുക്ക് ആ ഗ്രീനിയെ പൊക്കാൻ പറ്റും. അങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ അവളിൽ നിന്ന് ഇതൊക്കെ ചെയ്തത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പം മുംബൈയിലെ ഹോട്ടലിലെ CCTV വിഷ്വൽസൊക്കെ കിട്ടുകയാണ് നന്ദുവിന്. അപ്പോൾ നന്ദു അത് ചെക്ക് ചെയ്യുമ്പോൾ ഗ്രീനെക്കുറിച്ച് വ്യക്തമായിട്ട് കാണുകയാണ്. ഗ്രീന വരുന്നതും അത് കഴിഞ്ഞ് AM ജ്വല്ലറിയുടെ MD ഡേവിഡുമായിട്ട് ഗ്രീന കുറേ സമയം സംസാരിക്കുന്നതും ഒക്കെ കിട്ടുകയാണ്. അപ്പോഴേ നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് ഇത് AM ജ്വല്ലറിക്കാർ ഒപ്പിച്ച പണിയാണ് എന്നുള്ളത്. അങ്ങനെ ഗ്രീന അതിനുശേഷം കടന്ന് അകത്തേക്ക് വരികയും ജ്യൂസുമായിട്ട് റൂം ബോയ് വരുമ്പോഴേക്കും ഗ്രീന ആ റൂം ബോയ്ക്ക് കുറച്ച് പണമൊക്കെ കൊടുത്തിട്ട് ആ ജ്യൂസ് വാങ്ങിക്കുകയും അതിലെന്തോ പൊടി കലർത്തുകയൊക്കെ ചെയ്യുന്ന വിഷ്വൽസൊക്കെ കിട്ടുകയാണ് നന്ദുവിന്. അപ്പോഴേ നന്ദു ഉറപ്പിക്കുകയാണ് ഇത് AM ജ്വല്ലറിക്കാർ ഗ്രീനയെ വിലക്കെടുത്ത് ചെയ്തതാണ് എന്നുള്ള കാര്യം. പക്ഷേ ഗ്രീന എവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒരു നിശ്ചയമില്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ നന്ദു ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ ആ ഗ്രീനയെ AM ജ്വല്ലറിക്കാർ തന്നെയാണ് വ്യക്തമായിട്ട് വിലക്കെടുത്തിരിക്കുന്നത്. ഡേവിഡുമായിട്ട് ഗ്രീന സംസാരിക്കുന്നതും അതിനുശേഷം ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തുന്നതും എല്ലാ വിഷ്വൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയെക്കുറിച്ച് കറക്റ്റ് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് നന്ദു നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഗ്രീനയുടെ ഫോട്ടോ ഇട്ടാലോ, അവളെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു വിവരം തരാതിരിക്കില്ല. ഇന്നത്തെ കാലത്ത് അതൊക്കെയല്ലേ ഉള്ളൂ മാർഗം എന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് ഞാനും തീരുമാനിച്ച കാര്യമാണ്. പോലീസിൻ്റെ വഴിക്ക് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവളെ, പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടാം, അതായിരിക്കും എളുപ്പ വഴി എന്ന് പറയാണ്. അങ്ങനെ ആദർശും അതുപോലെ തന്നെ നന്ദു സോഷ്യൽ മീഡിയയിലൂടെ ഗ്രീനയുടെ ആ ചിത്രങ്ങൾ പുറത്തു വിടുകയാണ്. അങ്ങനെ പോലീസ് അന്വേഷിക്കുന്നവളായിട്ട് വിടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗ്രീനയെ കുറിച്ചിട്ട് വിവരം കിട്ടുന്നത് കേട്ടോ. ഗ്രീന കേരളത്തിൽ തന്നെ AM ജ്വല്ലറിയിലെ സ്റ്റാഫാണെന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അങ്ങനെ നന്ദു നേരെ AM ജ്വല്ലറിയിലേക്ക് പോവുകയും അവിടുന്ന് ഗ്രീനയെ കൈയോടെ പൊക്കുകയും ചെയ്യാണ്. അപ്പോൾ ഗ്രീനയെ പൊക്കുമ്പോൾ ഗ്രീന പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഈ ജ്വല്ലറിയിലെ ഒരു സ്റ്റാഫാണ്. അപ്പോൾ ഇവർ പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്. AM ജ്വല്ലറിയുടെ MD ഡേവിഡ് സാർ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് ചതിയാണെന്നൊക്കെ എനിക്കറിയായിരുന്നു, പക്ഷേ എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യവും ഈ ജോലിയും അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എൻ്റെ പേരിൽ കേസ് എടുക്കരുത്, എന്നെ മാപ്പ് സാക്ഷിയാക്കണം, എൻ്റെ കുടുംബത്തിലാണെങ്കിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം, എന്തായാലും നീ ആവശ്യം വന്നാൽ ഇത് കോടതിയിൽ മൊഴി തരണം. കോടതിയിൽ മാത്രമല്ല, അതുപോലെ തന്നെ ആ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാരുമായിട്ടും നീ സംസാരിക്കണം. ആദർശ് എന്നെ നീ ചതിച്ചതാണെന്നും AM ജ്വല്ലറി പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്നും ഉള്ള ഒരു വീഡിയോ നീ ഞങ്ങൾക്ക് തരണം. അത് ഞങ്ങൾ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ആ ഡീല് AM ജ്വല്ലറിക്ക് നഷ്ടമാകണം എന്ന് പറയുകയാണ്. അപ്പോൾ ഗ്രീന പറയുന്നുണ്ട്, ഞാനത് എന്തും ചെയ്യാം, എൻ്റെ ജീവൻ ഒരു ആപത്തും ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ല നിൻ്റെ ജീവൻ ഒരു ആപത്തും ഉണ്ടാവില്ല, നിനക്ക് എപ്പോഴും പോലീസ് സംരക്ഷണം ഉണ്ടായിരിക്കും, പക്ഷേ നീ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു തരണം എന്ന് പറയണം. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട് നന്ദു, ആദർശേട്ടൻ ആ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാരെ വിളിച്ച് സംസാരിക്കാൻ പറയാണ്. അങ്ങനെ ആദർശ് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയെ വിളിക്കുകയാണ്. വിളിച്ചു കഴിയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, അന്ന് ആ ഡീല് ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണം AM ജ്വല്ലറിക്കാരുടെ ചതിയാണ്, അതിന് വ്യക്തമായ CCTV വിഷ്വൽസും അതുപോലെ തന്നെ ആ ചതി ചെയ്ത പെൺകുട്ടിയുടെ മൊഴിയുണ്ട് എന്ന് പറയാണ്. അങ്ങനെ ഗ്രീനയുടെ വീഡിയോ എല്ലാം അയച്ചു കൊടുക്കുകയാണ് അവർക്ക്. അങ്ങനെ അവർക്ക് ആദർശിൻ്റെ നിരപരാധിത്വം മനസ്സിലാകുകയാണ്. ആദർശിന് ആ സമയത്ത് അവിടെ എത്താൻ പോകാതെ പറ്റിയത് AM ജ്വല്ലറിക്കാരുടെ ചതിയാണ്, AM ജ്വല്ലറിയുടെ MD നേരിട്ട് തന്നെയാണ് ഇക്കാര്യം ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകുകയാണ്. അപ്പോൾ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ചതി ചെയ്ത സ്ഥിതിക്ക് AM ജ്വല്ലറിയുമായിട്ട് ഈ ഡീലിൽ സഹകരിച്ചു പോകാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്ക് നല്ല വ്യക്തമായ ഒരു സാന്നിധ്യം അമേരിക്കയിലൊക്കെ ഉണ്ട്, ഞങ്ങൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരാണ്, അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വന്ന ഇന്ത്യയിൽ നിന്ന് തന്നെ നല്ല ജ്വല്ലറികളിൽ നിന്ന് ഡീല് ഉറപ്പിക്കാൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. അങ്ങനെ ഞങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നതേ മൂർത്തീസ് ജ്വല്ലറി ആയിരുന്നു, പാരമ്പര്യവും പരിശുദ്ധമായ സ്വർണം വിൽക്കുന്ന മൂർത്തീസ് ജ്വല്ലറി ആയിരുന്നു. പക്ഷേ ആ സമയത്ത് ആദർശിന് അവിടെ ഡീലിന് എത്താൻ പറ്റിയില്ല, ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി AM ജ്വല്ലറിക്ക് ഈ ഡീൽ കൈമാറാൻ തീരുമാനിച്ചതും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ചതി ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ചതിയിലൂടെ ഡീല് സ്വന്തമാക്കിയവരാണ് AM ജ്വല്ലറി എങ്കിൽ ആ ഡീല് ക്യാൻസൽ ചെയ്യാനും ഞങ്ങൾക്ക് വകുപ്പുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു എഗ്രിമെൻറ്റ് തന്നെയാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ അവരെ അറിയിക്കുന്നതായിരിക്കും, അവരുമായിട്ടുള്ള ആ ഡീലിന് ഞങ്ങൾക്ക് താല്പര്യമില്ലാന്ന്. പകരം ഈ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് കൈമാറുകയും ചെയ്യും എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനല്ല ഇപ്പം മൂർത്തീസ് ജ്വല്ലറിയുടെ MD അനിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ ഒഫീഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ കൈമാറിക്കോളാം എന്ന് പറയുകയാണ്.
അങ്ങനെ അനിക്ക് MD സ്ഥാനം കൈമാറുകയാണ് കേട്ടോ. മുത്തശ്ശൻ നിർബന്ധിച്ച് അനിയോട് പറയുന്നുണ്ട്, നീ തന്നെ നമ്മുടെ ജ്വല്ലറിയുടെ MD ആയിട്ട് ഇരിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ ജയനും അജയനും എല്ലാവരും കൂടി അനിയെ നിർബന്ധിച്ച് MD കസേരയിൽ, അതായത് ആദർശിൻ്റെ കസേരയിൽ എത്തുകയാണ്. അപ്പോഴും അനി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ആദർശേട്ടൻ്റെ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല, എനിക്കതിന് താല്പര്യമില്ല, ആദർശേട്ടൻ തന്നെയാണ് ഈ കസേരയിൽ ഇരിക്കേണ്ടതെന്ന് പറയാണ്. അപ്പോൾ ജയനും അജയനും പറയുന്നുണ്ട്, ആദർശ് ഒരു കാര്യത്തിനായിട്ട് പോയിരിക്കുകയാണ്, അവനവൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അവൻ തിരിച്ചെത്തും, അപ്പോൾ നീ മാറിക്കൊടുത്താൽ മതി, നീ കസേരയിൽ ഇരിക്കണം എന്ന് പറയുക. അങ്ങനെ അനിയെ നിർബന്ധിച്ച് അവിടെ MD കസേരയിലെത്തി കാര്യങ്ങൾ നോക്കിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതറിയുമ്പം നമ്മുടെ ജലജയ്ക്കും അബിക്കും അതുപോലെ തന്നെ നവ്യയ്ക്കും ഒക്കെ അങ്ങ് സഹിക്കാനേ പറ്റുന്നില്ല. ഉടനെ തന്നെ ജലജ അബിയോട് പറയുന്നുണ്ട്, എടാ കണ്ടോടാ, ആ അനിയെ പിടിച്ച് MD കസേരയിൽ ഇരുത്തി. ശരിക്കും പറഞ്ഞാൽ നീയല്ല അവിടെ ഇരിക്കേണ്ടത്, നീയല്ല മൂത്തത്, ആദർശ് ഇരുന്നു, അവൻ്റെ കഴിവുകൊണ്ട്. ആദർശ് കഴിഞ്ഞാൽ നിനക്കല്ലേ ആ സ്ഥാനം തരേണ്ടത്. നീ നല്ല രീതിയിൽ തന്നെ ജ്വല്ലറികളും ഒക്കെ നോക്കിക്കൊണ്ട് പോയതല്ലേ. എന്നിട്ട് ഒന്നിനുമില്ലാതെ കവിത എഴുതി പാട്ടും പാടി നടന്ന അവനെ പിടിച്ച് അവിടെ ഇരുത്തിയില്ലേ. ഇപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ ആ നന്ദു അവൻ്റെ ഭാര്യയായിട്ട് കൂടി വരും, നീ ഇത് അനുവദിച്ച് കൊടുക്കരുതെന്ന് പറയണം. അപ്പം അഭിയും പറയുന്നുണ്ട്, അത് നേരാ, അല്ലേലും ഇവിടെ ആരാ നീതി ന്യായമൊക്കെ ചെയ്യുന്നത്, എന്നും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ടല്ലേ ഉള്ളൂ, എനിക്ക് ആ സ്ഥാനം കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഇത് ഞാൻ അനുവദിച്ച് കൊടുക്കുകയല്ല, അനി ആ MD കസേരയിൽ ഇരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് പറയാം. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ നവ്യയായിട്ട് അബി സംസാരിക്കുക. അപ്പം നവ്യ ഉടനെ പറയുക, എടാ അബി, നീ കണ്ടോ ആ അനി, അവൻ MD കസേരയിലിരുന്നു, നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നു, നിനക്ക് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുണ്ടോ, ഇല്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, എനിക്ക് ആത്മാഭിമാനമുണ്ട്, അഭിമാനം ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുക. അപ്പം നവ്യ പറയുന്നുണ്ട്, എടാ നിന്നോട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞ ഈ വീട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങാമെന്ന്, നമുക്ക് ഈ വീട്ടിലോ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്പനികളിലോ ഒന്നും ഒരു സ്ഥാനവും ഇല്ല, അങ്ങനെയുള്ളിടത്ത് നമ്മളിവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമുണ്ടോടാ. ഇവിടുന്ന് ഇറങ്ങിയ ജ്വല്ലറിയിൽ ഒരു നല്ല പൊസിഷനിൽ നിനക്ക് ഇരിക്കാൻ പറ്റും, ഞാൻ ഇന്ന് വിചാരിച്ചാൽ അത് സാധിക്കും. പിന്നെ നീ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങുന്നത്, ഒരു ജോലിക്കാരനായിട്ട് പോലും നിന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ടോ. ആ അനി, അവനെ കൊണ്ട് ആദർശിൻ്റെ സ്ഥാനത്ത് ഇരുത്തിയില്ലേ, അതേസമയം നിന്നെയല്ല അവിടെ ഇരുത്തേണ്ടത്, നിനക്ക് നാണോ മാനോ ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, നേരാ, അനിയെ അവിടെ കൊണ്ടിരുത്തി, പക്ഷേ ഇതങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പം നവ്യം പറയാം, അതെ, ഇത് വിട്ടുകൊടുക്കരുത്, നീയും നിൻ്റെ കുഞ്ഞും ഞാനും ഒക്കെ ഈ വീട്ടിലുള്ളപ്പം അവൻ ആ കസേരയിൽ ഞെളിഞ്ഞിരിക്കാൻ പാടില്ല, നീ എൻ്റെ കൂടെ വരണം, ഞാൻ അവനോട് സംസാരിക്കാം, നിനക്ക് അർഹതപ്പെട്ട സ്ഥാനമാണത്, അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, വേണ്ട നവ്യെ, വെറുതെ പോയി വിഷയങ്ങളുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയാം. അപ്പം നവ്യ പറയുക, എന്താടാ നിനക്ക് പേടി, നീ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ, അതുകൊണ്ടാണോ നിനക്ക് പേടി, എനിക്കൊരു പേടിയില്ല, നീ വരാൻ പറയാണ്. അങ്ങനെ അബിയേയും കൂട്ടിയിട്ട് നവ്യ ചെല്ലുകയാണ്. നവ്യയും കുഞ്ഞും അബിയും കൂടെ ചെല്ലുക കേട്ടോ മൂർത്തീസ് ജ്വല്ലറിയിലേക്ക്. അപ്പം നമ്മുടെ അനി അവിടെ കസേരയിൽ ഇരിക്കുക. അനിക്കാണെങ്കിൽ ആദ്യം തന്നെ അബിയെ കാണരുത്, അന്ന് തന്നെ ജോലിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടത് അബിയാണ്, അബിയെ പറഞ്ഞു വിട്ടത് അനിയാണ്. ആ സമയത്താണ് നമ്മുടെ നവ്യയും അബിയും കുഞ്ഞും കൂടെ ചെല്ലുന്നത്. അത് കാണുമ്പോൾ തന്നെ അനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനി അവിടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങോട്ട് നവ്യ വാതിൽ തുറന്ന് കയറി ചെല്ലുമ്പോൾ അനി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം നവ്യ ചോദിക്കുകയാണ്, എന്താ അനി, ഞങ്ങളെ കണ്ടാൽ ഒന്ന് എണീക്കാൻ പോലും നിനക്ക് വയ്യേ, നിന്നേക്കാൾ മൂത്തതല്ലേ ഇവൻ, എന്നിട്ട് നീ ഇപ്പോൾ അഹങ്കാരത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ അനി ചോദിക്കുക, അല്ല പിന്നെ എന്താ ഇടത്തിൽ ഞാൻ ചെയ്യേണ്ടത്, ഇവനെ കണ്ട് എണീറ്റ് കാല് വീണ് തൊഴണോ, അത്രയ്ക്ക് വലിയ മഹാത്മ്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. അപ്പോൾ നവ്യ പറയാം, നീ മിടുക്കനാണല്ലോ, നീ രക്ഷപ്പെട്ടല്ലോ, നിൻ്റെ ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെങ്കിലും നിനക്ക് ആ കസേര കിട്ടിയല്ലോ എന്ന് പറയാണ്. നിനക്ക് ഇതിന് എന്ത് അർഹതയാടാ ഉള്ളത്, ചുമ്മാ കുട്ടിക്കളിയുമായിട്ട് നടക്കുന്ന നിനക്ക് ഈ കസേരയ്ക്ക് എന്ത് അവകാശം ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നത്, അതിലൊക്കെ അർഹൻ ഇവൻ തന്നെയാ അബി, അവന് കിട്ടേണ്ട സ്ഥാനങ്ങളാണ് നിങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത്. അവനിവിടെ ഈ ജ്വല്ലറി നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നിനക്ക് ഈ ജ്വല്ലറിയുടെ ചുമതല തന്ന പാടെ അവനെ ഇതിൽ നിന്നൊക്കെ പുറത്താക്കിയില്ലേ, ഒരു ജോലി പോലും ഇല്ലാത്തവനാക്കി അവനെ പുറത്താക്കിയില്ലേ നീയൊക്കെ, എന്നിട്ട് നീ ഈ കസേര ഞെളിഞ്ഞിരിക്കാമെന്ന് ഓർക്കണ്ട, നിനക്ക് മുത്തശ്ശനോട് പറഞ്ഞുകൂടായിരുന്നോ അബിയെ ഇരുത്താൻ, അങ്ങനെയല്ലേ നീ ചെയ്യേണ്ടത്, എനിക്കും എൻ്റെ കുഞ്ഞിനും ഈ വീട്ടിലൊരു വിലയില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അനി പറയാം, ഒരിക്കലും ഞാൻ മുത്തശ്ശനോട് അങ്ങനെ ഒരു കാര്യം പറയില്ല, ഇത് ആദർശേട്ടൻ ഇരുന്ന കസേരയാണ്, ഈ കസേരയിലിരിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന് എനിക്കും അറിയാം, പക്ഷേ എല്ലാവരുടെയും നിർബന്ധത്തിന് എൻ്റെ ആദർശേട്ടൻ തിരിച്ചെത്തും വരെ ഞാൻ ഇതിലിരിക്കും, അതുവരെ ഞാൻ ഈ കാര്യങ്ങൾ മനോഹരമായിട്ട് നോക്കുകയും ചെയ്യും. അബിയുണ്ടല്ലോ, അവൻ ഈ കസേരയിൽ പോയിട്ട് ഈ ജ്വല്ലറിയുടെ പരിസരത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പോൾ നവിക്ക് അങ്ങ് ദേഷ്യം വരിക, ഓ അത്ര അഹങ്കാരം നിനക്ക്, നിൻ്റെ ആദർശേട്ടൻ ഇനി തിരിച്ച് വന്ന് ഈ കസേരയിൽ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഇല്ല, അയാൾക്കതിന് പറ്റില്ല.
അതുപോലുള്ള ദ്രോഹങ്ങളല്ലേ അയാൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ആ അനഘ എന്ന് പറയുന്ന പെൺകുട്ടിയോട് ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യം മാത്രം മതിയല്ലോ നിന്റെ ആദർശേട്ടൻ. അവൻ ഇനി ഇതൊന്നും സാധിക്കാനേ പോകുന്നില്ല. അവൻ ഈ ജ്വല്ലറിയിലേക്കോ ഈ അനന്തപുരിയിലേക്ക് തിരിച്ചു വരാനും പോകുന്നില്ല. അതോർത്ത് നീ ഇരിക്കേണ്ടെന്ന് പറയാ. അപ്പം അനിക്ക് നല്ല ദേഷ്യം വരിക, സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ അനിക്ക് തോന്നുക. അപ്പം അനി പറയുന്നുണ്ട്, ഏടത്തി ഒരുപാട് തുള്ളണ്ട. അതുപോലെ അബി, നീ ഏടത്തിയെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വല്ലതുമൊക്കെ വീണ് പോകുമെന്ന് പറയുക. അപ്പം അബി പേടിച്ച് പോവാണേ. അബി പറയുക, നവ്യെ മതി, നമ്മളിവിടെ ഒരു വഴക്കിന് വന്നതല്ല, നമുക്ക് പോകാം എന്ന് പറയാണ്. അങ്ങനെ നവ്യെ വിളിച്ചിട്ട് അബി അവിടെ നിന്ന് പോവുക. അങ്ങനെ അനിയാണ് കേട്ടോ MD സ്ഥാനത്തിരിക്കുന്നത്. അങ്ങനെ അനി അറിയാണ് കേട്ടോ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർ തിരിച്ച് നൽകിയിരിക്കുകയാണ് ആ ഡീല് എന്നുള്ളത്. ആദർശ് എല്ലാ കാര്യങ്ങളും തെളിയിച്ചത് കൊണ്ട് തന്നെ അത് മുത്തശ്ശനെ വിളിച്ച് അനി അറിയിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനും ഭയങ്കര സന്തോഷമാവുകയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാണ്, ആദർശിനെക്കുറിച്ച് ഇങ്ങനെ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവൻ ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുകയും തീർപ്പാക്കുകയും ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ യഥാർത്ഥ ശത്രുക്കളെ കൂടി അവൻ കണ്ടെത്തും. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി ഇനിയും തകർന്നു പോകാതെ ഇരിക്കുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. ആ ഡീല് തിരിച്ചു കിട്ടി എന്നും AM ജ്വല്ലറിക്ക് അത് നഷ്ടപ്പെട്ടെന്നും അറിയുമ്പോൾ. പക്ഷേ അതറിയുമ്പോൾ ഡേവിഡിനും അതുപോലെ തന്നെ നാഗേന്ദ്രയ്ക്കുമൊക്കെ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. ഉടനെ ഡേവിഡ് നാഗേന്ദ്രയെ വിളിച്ചിട്ട് പറയാണ്, നാഗേന്ദ്രയോട് പറയുന്നുണ്ട്, സാർ നമ്മുടെ ആ ഡീല് അത് നഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയും, എന്താ നിങ്ങൾ ഈ പറയുന്നത്, എങ്ങനെ നഷ്ടപ്പെടുന്ന? അല്ല, സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർ അത് ക്യാൻസൽ ചെയ്തു. നമ്മൾ ചതിയിലൂടെ ആദർശിനെ ചതിച്ചാണ് ആ ഡീല് നേടിയതെന്ന് ആദർശ് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മളുമായിട്ട് അങ്ങനെ ഒരു ഡീലിന് അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ചതിക്കും വഞ്ചനയ്ക്കും ഒന്നും അവർ കൂട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഡീല് മൂർത്തീസ് ജ്വല്ലറിക്ക് നൽകുകയും ചെയ്തെന്ന് പറയാണ്. അത് കേൾക്കുന്ന പാടെ നാഗേന്ദ്രയ്ക്ക് കലിയിളകുക. നാഗേന്ദ്ര പറയാണ്, ആ ഡീല് നമുക്കൊരു ശക്തിയായിരുന്നു, അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനുള്ള ഒരു ആയുധവും. എന്നിട്ടിപ്പോൾ അതെല്ലാം നശിച്ചു, തിരിച്ചെല്ലാം അവിടെ കയറിയല്ലോ. ഇനി നമുക്ക് എവിടുന്ന് ഒരു നല്ല ഡീല് കിട്ടും? എവിടുന്നെങ്കിലും നല്ല ഡീലുകൾ ഒപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറിയും തകർന്നു പോകുമെന്ന് പറയുക. അപ്പം ഉടനെ ഡേവിഡ് പറയുന്നുണ്ട്, അതെ, അതിനായിട്ട് നമ്മൾ ശ്രമിക്കണം. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ നല്ല വ്യാപാരികളൊക്കെ വരുവാണെങ്കിൽ അവരുമായിട്ടൊക്കെ നമുക്ക് ഡീൽ ഒപ്പിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കിരണും കല്യാണിയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാണ്. ഈ ഡേവിഡ് ഒരു ബിനാമിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. ശരിക്കും AM ജ്വല്ലറിയുടെ ഉടമയൊന്നും അല്ല ഡേവിഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കേട്ടോ. അത് ആദർശിനോട് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുക, ശരിയാ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അറിയണം. അതിനായിട്ട് AM ജ്വല്ലറിയിൽ എങ്ങനെയെങ്കിലും എനിക്ക് കയറി പറ്റണമെന്ന് പറയാം. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, എങ്ങനെ നീ കയറി പറ്റാനാ? ഞങ്ങൾ തന്നെ കൺസ്ട്രക്ഷൻ്റെ പേരിൽ കയറി പറ്റിയതല്ലേ, ഇനിയിപ്പം അധികം നാളൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഇത്രയും നാൾ നിങ്ങൾ ചെയ്തു തന്ന എല്ലാ ഉപകാരത്തിനും നന്ദിയുണ്ട്, ഞാനിനി എങ്ങനെയെങ്കിലും ചെയ്തോളാം എന്ന് പറയുമ്പോൾ കിരൺ പറയാണ്, നീ ഈ വേഷത്തിൽ എങ്ങനെ AM ജ്വല്ലറിയിൽ കയറി പറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നീ വേറൊരു വേഷത്തിൽ, നിന്നെ ആർക്കും തിരിച്ചറിയാൻ പറ്റാവുന്ന ഒരു രീതിയിൽ അവിടെ കയറിക്കൂടണം. എന്നിട്ട് കാര്യങ്ങളെല്ലാം രഹസ്യങ്ങളെല്ലാം അറിയണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയുന്നുണ്ട്, ശരിയാണ് എന്ന് പറയാം. അപ്പോൾ കിരൺ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഒരു പഞ്ചാബിയുടെ വേഷത്തിൽ, ഒരു സിഖുകാരൻ്റെ വേഷത്തിൽ ചെന്നാൽ മതി. അങ്ങനെ ഒരു വേഷമാകുമ്പം ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. ഒരു പഞ്ചാബിലെ ഒരു സ്വർണ്ണ വ്യാപാരിയായിട്ട് ചെല്ലുക, എന്നിട്ട് അവരുമായിട്ട് ഡീലൊക്കെ ഉറപ്പിച്ച് അവിടെ കയറിക്കൂടി അവരുടെ സ്നേഹത്തിൻ്റെ പാത്രമാകുക. അങ്ങനെ വിവരങ്ങൾ അറിയാൻ പറ്റും. ഈ ഡേവിഡിൻ്റെ പിന്നിലുള്ള ശക്തി ആരാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും ആദർശ് എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാണ്, അടുത്ത ദിവസം തന്നെ ഞാൻ അതിനായിട്ടുള്ള ശ്രമം തുടങ്ങുമെന്ന് പറയാം. അങ്ങനെ വീട്ടിൽ വന്ന് നായനയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പം നായന പറയാണ്, ശരിയാ ആദർശേട്ടാ, റിസ്ക് ഉള്ളതാണ്, പക്ഷേ ആദർശേട്ടൻ ചെയ്യണം, എന്നാലല്ലേ ഉള്ളൂ നമ്മുടെ യഥാർത്ഥ ശത്രുക്കളെ കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെ നയന ആദർശിനെ സിഖുകാരൻ്റെ വേഷമൊക്കെ അണിയിക്കുകയാണ്. അങ്ങനെ ആദർശ് പോവുകയാണ് കേട്ടോ AM ജ്വല്ലറി ആയിട്ടുള്ള ഡീലിന്. പോകുന്നതിന് മുമ്പ് തന്നെ കിരണിനോട് ഇക്കാര്യങ്ങളെല്ലാം ആദർശും നയനയും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പം കിരണും ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അവിടെ ചെന്ന് ഇങ്ങനെ അഭിനയിച്ചാൽ മതി എന്ന് പറയുക. അപ്പോൾ ആദർശും പറയുക, ശരിയാ, അങ്ങനെ ഞാൻ അവരുടെയൊക്കെ ഇഷ്ടത്തിൻ്റെ പാത്രമായിട്ട് മാറും എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുക. അങ്ങനെ ഒരു വലിയ ഡീലുമായിട്ട് ചെല്ലുവാണ് ഒരു പഞ്ചാബിയായിട്ട് ആദർശ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം തന്നെ ഡേവിഡ് സ്വീകരിക്കുന്നുണ്ട്. ഒരു വലിയ സ്വർണ്ണ വ്യാപാരിയാണെന്നാണ് പറയുന്നത്. ഡേവിഡിന് ആദർശിനെ മനസ്സിലാവുന്നൊന്നുമില്ല. അപ്പോൾ ആദർശിനെ സ്വീകരിച്ചിരുത്തുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഉണ്ട്, കേരളത്തിലുള്ള ജ്വല്ലറികളുമായിട്ട് ചേർന്നിട്ട്
പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, കേരള ഡിസൈൻസൊക്കെ. കാരണം ഞങ്ങൾ കുറേ നാൾ ഞങ്ങളുടെ പൂർവികരൊക്കെ ഇവിടെ കേരളത്തിൽ തന്നെയായിരുന്നു. എൻ്റെയൊക്കെ വേര് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ മലയാളം നല്ല രീതിയിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഡിസൈനുകളൊക്കെ അവിടെ നല്ല താല്പര്യമുണ്ട്. അതിനു വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്ന ജ്വല്ലറി AM ജ്വല്ലറി അല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡീലിനായിട്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഡേവിഡിന് താല്പര്യമാവുക. അപ്പോൾ അങ്ങനെ ഡേവിഡ് സ്വീകരിച്ചിരുത്തുകയും ഈ വിവരം ഇങ്ങനെ ഒരാൾ ഡീലിനായിട്ട് വന്നിട്ടുണ്ടെന്നുള്ള വിവരം നാഗേന്ദ്രയെ അറിയിക്കുകയൊക്കെ ചെയ്യാണ്. അങ്ങനെ നാഗേന്ദ്രയും ആദർശും ഡേവിഡും കൂടെ കൂടിക്കാഴ്ച നടത്തുകയാണ്. നാഗേന്ദ്രയ്ക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ആദർശിനെ. അങ്ങനെ ആദർശ് നാഗേന്ദ്രയെയും ഡേവിഡിനെയും കയ്യിലെടുക്കുകയാണ്. അപ്പം ശരിക്കും AM ജ്വല്ലറിയുടെ ഉടമസ്ഥൻ ഈ നാഗേന്ദ്രയാണെന്നുള്ള വിവരം ആദർശിന് മനസ്സിലാകുകയാണ് ഒറ്റ കാഴ്ചയിൽ തന്നെ. ആദർശ് പിന്നെ അയാളുടെ ഗൂഢ ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്